ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒക്ടോബർ 15 ലോക വൈറ്റ് കെയിൻ ദിനം. 1964 ഐക്യരാഷ്ട്ര സംഘടന കാഴ്ചയില്ലാത്തവർക്കായി ഈ ദിനം ചരിത്രത്തിൽ കുറിച്ചത്. അന്നു മുതൽ ലോകത്തുടനീളം ഒക്ടോബർ 15 ലോക വൈറ്റ് കെയിൻ ദിനമായി ആചരിക്കുന്നു. വൈറ്റ് കെയിൻ ദിനത്തിൽ നാം അറിയാൻ ശ്രമിക്കേണ്ടത് കാഴ്ചയില്ലാത്തവരുടെ ജീവിത വിജയത്തെക്കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ടും വിപുലമായ പരിപാടികളും റാലിയും സംഘടിപ്പിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. 46ാം ലോക വൈറ്റ് കെയിൻ ദിനം. അന്ധരുടെ അവകാശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോരാട്ടം കടുക്കും. നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ തന്നെ കരുവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോർപ്പറേഷൻ 64ാം വാർഡ് UDF സ്ഥാനാർത്ഥി പ്രശാന്ത്. വാർത്തകൾ വിശദമായി. ശരിയായ സമയത്ത് മികച്ച ചികിത്സയും ബോധവൽക്കരണവും നടത്തുകയാണ് വേണ്ടതെന്ന് ഡോക്ടർ ശിശിര ശിവൻ. AWHന്റെയും റഹ്മാനിയ വികലാംഗ വിദ്യാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ലോക വൈറ്റ് കെയിൻ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ദിനാചരണത്തോടനുബന്ധിച്ച് നഗരത്തിൽ വിദ്യാർത്ഥികളുടെ റാലിയും വിവിധ കലാപരിപാടികളും നടന്നു. AWHന്റെയും റഹ്മാനിയ വികലാംഗ വിദ്യാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക വൈറ്റ് കെയിൻ ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വൈറ്റ് കെയിൻ റാലി കോർണേഷൻ തിയേറ്റർ പരിസരത്തു നിന്നും ആരംഭിച്ചു. നിരവധി വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അസിസ്റ്റന്റ് കളക്ടർ രോഹിത് വീണ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് DEO ഗിരിജാരികത്ത് ചികിത്സാ സഹായങ്ങൾ വിതരണം ചെയ്തു. ശരിയായ സമയത്ത് മികച്ച ചികിത്സയും ബോധവൽക്കരണം നടത്തുകയുമാണ് ചെയ്യേണ്ടതെന്ന് പുത്തലത്ത് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ശിശിര ശിവൻ പറഞ്ഞു. കണ്ണിന്റെ പ്രശ്നങ്ങൾ ആദ്യമേ കണ്ടെത്തിയാൽ മികച്ച ചികിത്സയിലൂടെ രോഗങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഈ ദിനത്തിൽ അതിനായുള്ള ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്താണ് ബ്ലൈൻഡ്നെസ് അഥവാ അന്ധത? കാഴ്ചശക്തി ഒട്ടും തന്നെ ഇല്ലാത്തവരല്ല അന്ധത, അതൊരു തെറ്റിദ്ധാരണയാണ്. അന്ധത എന്നാൽ നമ്മുടെ കാഴ്ച പരിശോധനയിൽ 3 മീറ്റർ പരിധിക്കുള്ളിൽ കൈവിരലുകൾ എണ്ണാൻ പറ്റാത്ത അവസ്ഥയാണ് മെഡിക്കൽ സയൻസിൽ ബ്ലൈൻഡ്നെസ് എന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ലോകത്തിൽ അന്ധരായിട്ടുള്ളവരുടെ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ളവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ലോക വൈറ്റ് കെയിൻ ദിനത്തിൽ നാം അറിയാൻ ശ്രമിക്കേണ്ടത് കാഴ്ചയില്ലാത്തവരുടെ ജീവിത വിജയത്തെക്കുറിച്ചും അവർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമാണെന്ന് റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്റ്റഡിലെ അധ്യാപകൻ മുഹമ്മദ് അമീർ പറയുന്നു. അന്ധരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവരുടെ ഒരു മുഖ്യധാരയിൽ ഉണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, റാലി, പൊതുസമ്മേളനം പോലെയുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. വർഷത്തിലും ഇതേപോലെ തന്നെ ജില്ലാ കലക്ടർമാർ, MLAമാർ, MP മാർ പോലെയുള്ള ആളുകളാണ് ഞങ്ങൾ പരിപാടിയിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തു വരാറുള്ളത്. നിരവധി വിദ്യാർത്ഥികളാണ് പരിപാടികൾക്കായി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിലെത്തിയത്. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 35ഓളം വിദ്യാർത്ഥികൾ വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളും പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് വെബ്സൈറ്റ് ലോഞ്ചിംഗ് കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. റഹ്മാനിയ സ്കൂൾ മാനേജർ P. അഹമ്മദ് കോയ സമ്മാനദാനം നടത്തി. ഷാക്കിറ, ഫിറോസ്, ആകാശ്, നന്ദന എന്നീ കുട്ടികളുടെ കണ്ണ് സർജറിക്ക് വേണ്ടി രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മ 50,000 രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. പരിപാടിയിൽ റഹ്മാനിയ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൽ നാസർ P, കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം പ്രസിഡന്റ് അശോകൻ ആലപ്രത്ത്, അൽസലാമ ഹോസ്പിറ്റൽ ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ K, റഹ്മാനിയ VHSS പ്രിൻസിപ്പൽ TM ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. അന്ധതയുടെ ആഴങ്ങൾ താണ്ടാൻ അഷ്റഫിന് തുണ മനക്കരുത്തും ആത്മവിശ്വാസവും മാത്രം. ജീവിതം കരക്കെത്തിക്കാൻ വൈകല്യം മറന്ന് പോരാടുകയാണ് അഷ്റഫ്.
ലോകമെമ്പാടും അന്തർക്കായി ആചരിക്കുന്ന വൈറ്റ് കെയിൻ ദിനത്തിൽ ഉപജീവനത്തിനായി അകലാപ്പുഴയുടെ ആഴങ്ങളിൽ വലയിരുന്ന അഷ്റഫ് എന്ന യുവാവിനെ കാണാം. ഇത് ശാന്തമായി ഒഴുകുന്ന അകലാപ്പുഴ. ഒരു കാലത്ത് ഒരുപാട് മത്സ്യസമ്പത്തുണ്ടായിരുന്നു ഈ പുഴയിൽ. ഈ പുഴയുടെ തീരത്ത് കോഴിക്കോട് ചേളന്നൂർ കണ്ണങ്കര മലയിൽ വീട്ടിൽ 42-കാരനായ അഷ്റഫിനെ പരിചയപ്പെടാം. ജന്മനാ അന്ധനാണ് ഈ ചെറുപ്പക്കാരൻ. വീട്ടിൽ ഭാര്യയും ഉമ്മയുമുണ്ട്. പിതാവ് മരിച്ചിട്ട് 12 വർഷമായി. അന്ധനാണെങ്കിലും ജീവിതമാകുന്ന തോണി മുന്നോട്ട് തുഴയാൻ അഷ്റഫ് കണ്ടെത്തിയ മാർഗമാണ് മത്സ്യബന്ധനം. ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് അഷ്റഫ് തന്റെ കൊച്ചു തോണിയിലേറി അകലാപ്പുഴയിൽ മോഹത്തിന്റെ വലയെറിയുകയാണ്, ഒരു നേരത്തെ ആഹാരത്തിനായി. എന്നാൽ ഈ പുഴ കനിയുന്നില്ല. അതിനാൽ തന്നെ അഷ്റഫിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മുമ്പ് ഒരു സഹായമൊത്ത് വലിയ തോണിയിൽ രാത്രി മുഴുവൻ അഷ്റഫ് മീൻ പിടിക്കുമായിരുന്നു. എന്നാൽ ഉറക്കമൊഴിയാൻ വയ്യ ഇപ്പോൾ. കൂടാതെ അത്ര കഷ്ടപ്പെട്ടിട്ടും കിട്ടുന്നത് തുച്ഛമായ വരുമാനം മാത്രം. അതിനാൽ ഇപ്പോൾ ചെറിയ തോണിയിൽ അധികം ദൂരം പോവാതെയുള്ള മീൻപിടുത്തം മാത്രമേ ഉള്ളൂ. പിന്നെ പരിചയക്കാർ പിടിച്ചു നൽകുന്ന മത്സ്യം വിറ്റ് കിട്ടുന്ന ചെറിയ ലാഭം മാത്രം. അതുതന്നെ എല്ലാ ദിവസവും ലഭിക്കുന്നുമില്ല. ആണ് പിന്നെ ഉറക്കം ചെയ്യാൻ പറ്റൂലായിരുന്നു. രാത്രിയാണ് പോവുക. അതിനുശേഷം ഇവിടെ നിർത്തിയപ്പോൾ വേറെ മീൻ തന്നെ കൊണ്ടുത്തരും. വേറെ പ്രത്യേകക്കാർ കൊണ്ടുത്തരും. ചിലപ്പോൾ കുറഞ്ഞ മീനൊക്കെ 5 കിലോ 2 കിലോ ഒക്കെ ചില സമയത്ത് ഉണ്ടാകില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടായാലും കിട്ടിയെങ്കിൽ ഒരു തരുന്നത് ഒരു തരും. ഒരു വിറ്റെടുത്താലേ പൈസ ചില്ലറ പൈസ വരും. ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പം മീൻ തീരെ ഇല്ലല്ലോ. എല്ലായിടത്തിനും പൊതുവെ കുറവല്ലേ. വീട് പൊളിഞ്ഞെടുക്കാം. മുകളിൽ പേപ്പറൊക്കെ. മകനെ പഴയ പോലെ ദൂരേക്ക് വിടാൻ ഇപ്പോൾ പ്രായമായ ഉമ്മ ആയിഷക്കും പേടിയാണ്. മകൻ പോകുമ്പോൾ തുഴയെടുത്ത് കൊടുക്കുമ്പോഴും നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും ഈ ഉമ്മയുടെ മനസ്സിൽ ആദിയാണ്. ഇപ്പോഴുള്ള ചെറിയ വീട് ഒന്ന് ശരിയാക്കിയെടുക്കണം. അതാണ് ഇനിയുള്ള ഏക ആഗ്രഹം. ഇവിടെ ഒരു വരുമാനമില്ല. വരുമാനം ഇപ്പം കണ്ടിങ്ങുണ്ട്. മാലിന്യം കുറച്ച് മണ്ണുണ്ട്. അഷ്റഫിന്റെ ഭാര്യ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. അവിടുന്ന് കിട്ടുന്ന ദിവസക്കൂലിയാണ് ഈ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഏറെ പ്രതിബന്ധങ്ങളുള്ള ജീവിത സാഹചര്യങ്ങളോടെയാണ് അഷ്റഫ് കടന്നു പോകുന്നത്. എന്നാലും അഷ്റഫ് പ്രതീക്ഷയിലാണ്. സുമനസുകളുടെ ചെറിയ സഹായങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുമെന്ന പ്രതീക്ഷയിലാണ് അഷ്റഫ് ഇപ്പോഴും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പോരിന് മൂർച്ച കൂട്ടാൻ തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. സീറ്റുകൾ നിലനിർത്താനും പിടിച്ചെടുക്കാനും ഇരുമുന്നണികളും ശക്തമായ പോരാട്ടം നടത്തും. കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ മാത്രം ബലത്തിൽ LDF കൈയടക്കിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനാവുമോ എന്ന രീതിയിൽ ശക്തിയായി പോരാട്ടം നടത്താനാണ് UDF നീക്കം. കഴിഞ്ഞ തവണ തങ്ങളുടെ അലസതയും അനാസ്ഥയും മൂലമാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടമായതെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. പല ഡിവിഷനുകളിലും നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് UDF തോറ്റത്. കൌണ്ടിംഗ് കേന്ദ്രങ്ങളിൽ UDF ഏജന്റുമാർ ജാഗ്രതാ കുറവ് കാണിച്ചതാണ് പരാജയത്തിന് കാരണമായതായി അന്ന് UDF വിലയിരുത്തിയത്. വളരെ കുറച്ച് വോട്ടിന് തോറ്റ ഡിവിഷനുകളിൽ തത്സമയം റീകൌണ്ടിനുള്ള അപേക്ഷകൾ പോലും കൊടുക്കുവാൻ അന്ന് UDFന് ആയിരുന്നില്ല. എന്നാൽ വർദ്ധിച്ച ആത്മവിശ്വാസമാണ് തങ്ങൾക്ക് തിരിച്ചടിയായതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് മാത്രം കയറിക്കൂടാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ വലിയ ജയപ്രതീക്ഷ കാരണം ജാഗ്രത കുറവ് കാട്ടിയതാണെന്നും LDF അന്ന് വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഡിവിഷനുകളൊക്കെ മാറിമറിഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഇരുമുന്നണികളുടെയും ചങ്കെടുപ്പ് വർദ്ധിക്കുകയാണ്. വലിയൊരു മാർജിനിൽ ജില്ലാ പഞ്ചായത്ത് തങ്ങൾ കൈപ്പിടിയിലൊതുക്കുമെന്ന് LDF പറയുന്നു. എന്നാൽ ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നും നടാടെ ജില്ലാ പഞ്ചായത്ത് ഭരണം തങ്ങൾ നേടുമെന്നാണ് UDF പറയുന്നത്. പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ ഇരുമുന്നണികളും രംഗത്തിറക്കിയിട്ടുണ്ട്. LDFന് ഭരണം കിട്ടിയാൽ PG ജോർജോ AK ബാലനോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകാനാണ് സാധ്യത. UDFനാണെങ്കിൽ VD ജോസഫ് ആയിരിക്കും പ്രസിഡന്റ് എന്നാണ് കരുതുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ LDFും കടന്നുകയറി പിടിമുറുക്കുവാൻ UDFും കഠിന ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തനിക്കെതിരെ കഴിഞ്ഞ ദിവസം ചാനലിൽ വന്ന വാർത്തകൾ സത്യവിരുദ്ധമാണെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ 64-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി പ്രശാന്ത്. താൻ 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും മന്ത്രി KP അനിൽകുമാറിന്റെ ശുപാർശ പ്രകാരമാണ് തന്നെ VM സുധീരൻ സ്ഥാനാർത്ഥിയാക്കിയതെന്നും താൻ KP അനിൽകുമാറിന്റെ ഡ്രൈവർ മാത്രമാണെന്നുമുള്ള വാർത്തകൾ VM സുധീരനെയും KP അനിൽകുമാറിനെയും കരുതേച്ച് കാണിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ കൊടും ക്രിമിനലാണെന്നും എൻ്റെ പേരിൽ 3 കേസുകളും ഉണ്ടെന്നാണ് ചാനലിൽ വാർത്ത വന്നത്. അത് പരിപൂർണമായിട്ട് ഞാൻ നിഷേധിക്കുകയാണ്. കാരണം കോർട്ടിൽ നിന്ന് കേസ് ഡിസ്പോസ് ചെയ്തതിൻ്റെ ഓർഡേഴ്സാണ് ഈ
എന്റെ കയ്യിലുള്ളത്. 3 ക്രിമിനൽ കേസുകളിൽ താൻ പ്രതിയാണെന്ന ചാനൽ വാർത്തയെ പ്രശാന്ത് പൂർണ്ണമായും നിഷേധിച്ചു. 1989 മുതൽ KSUവിൽ പ്രവർത്തിക്കുന്ന തനിക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്ന് പറയുന്നതും തെറ്റാണ്. താൻ ഇതുവരെ ഒരാളുടെയും ഡ്രൈവറുടെ ജോലി ചെയ്തിട്ടില്ല. എരഞ്ഞിപ്പാലം ഉൾപ്പെട്ട കോർപ്പറേഷൻ 64-ാം വാർഡിലെ എല്ലാ പ്രശ്നങ്ങളിലും നിരന്തരം ഇടപെട്ടുവരുന്ന താൻ നാട്ടുകാരുടെ പിന്തുണയോടെയാണ് സ്ഥാനാർത്ഥി ആയതെന്നും പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ CD നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതിൽ വ്യക്തമായിട്ടുണ്ട് 122 ആൾ പങ്കെടുത്ത വാർഡ് കമ്മിറ്റിയാണ് അന്ന് 64-ാം വാർഡിൽ നടന്നത്. ഈ 122 ആൾ പങ്കെടുത്തതിൽ 82 ആള് പ്രശാന്തിന്റെ എന്റെ പേരാണ് പിന്തുണച്ചത്. എന്നാൽ തുടക്കത്തിൽ താൻ ഒരു കേസിലും പ്രതിയല്ലെന്ന് പറഞ്ഞ പ്രശാന്ത് FIR കോപ്പിയടക്കം തെളിവുമായി വന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്കു ശേഷം ഒരു കേസിൽ പ്രതിയാണെന്ന കാര്യം സമ്മതിച്ചു. അത് കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി വ്യാജമായി ചമച്ചതാണെന്നും വിശദീകരിച്ചു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്നെ കരുവാക്കിക്കൊണ്ട് സംശുദ്ധ രാഷ്ട്രീയം രീതിയിൽ പോകുന്ന VM സുധീരനെയും KP അനിൽകുമാറിനെയും വ്യക്തിപരമായി ഡാമേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നെ ഇപ്പോൾ കരുവാക്കി ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. തന്നെ കരുവാക്കിക്കൊണ്ട് ആദർശധീരരായ VM സുധീരനെയും KP അനിൽകുമാറിനെയും ബലിയാടാക്കുന്നതിൽ താൽപര്യമില്ലെന്നും നേതൃത്വം പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്നും പ്രശാന്ത് വ്യക്തമാക്കി. തന്നെക്കുറിച്ച് പ്രചരിപ്പിച്ച വാർത്തകൾക്ക് തിരുത്തൽ നൽകാത്ത പക്ഷം ചാനലിന് എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും പ്രശാന്ത് പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. റെയിൽവേ അധികൃതരുടെ അനാസ്ഥ കാരണം ബുദ്ധിമുട്ടിലാവുകയാണ് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ. നിരവധി യാത്രക്കാരെത്തുന്ന ഇവിടെ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ലഭ്യമാക്കാത്തതിനാൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. വെള്ളയിൽ റെയിൽവേ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ കാരണം ബുദ്ധിമുട്ടിലാകുന്നത് സാധാരണ യാത്രക്കാരാണ്. ദിവസേന 8 ട്രെയിനുകൾക്കാണ് വെള്ളയിൽ സ്റ്റോപ്പ് ഉള്ളത്. പ്ലാറ്റ്ഫോമിൽ തണൽമരങ്ങൾ മുറിച്ചിട്ടതിനാൽ യാത്രക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. യാത്രക്കാർക്ക് ബാത്റൂം സൌകര്യം ഉണ്ടെങ്കിലും അതിൽ വെള്ളം ലഭ്യമല്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മികച്ചതാകുമ്പോഴും അടുത്തുള്ള വെള്ളയിൽ സ്റ്റേഷനിൽ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു. മുൻ MP P സതീദേവി. നല്ലൊരു പങ്ക് സ്ത്രീകളുണ്ട്. ഇവരൊക്കെ തന്നെ ആശ്രയിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ടാണ് ഈ തണൽ ലഭ്യമായിരുന്ന, നേരത്തെ സീറ്റിംഗ് ഫെസിലിറ്റി ഒന്നും ഈ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഇവിടെ തണൽ ലഭ്യമായിരുന്ന ഈ മരങ്ങളടക്കം മുറിച്ചു മാറ്റിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള അസൗകര്യം, യാത്രക്കാർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ യാത്രക്കാർക്ക് ഉള്ള ടോയ്ലറ്റ് സംവിധാനം അത് പൂട്ടിയിട്ടുള്ള നിലയിലാണ്. കുടിക്കാനുള്ള വെള്ളം ഒരു സ്റ്റേഷനിലും യാത്രക്കാർക്കുൾപ്പെടെ കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് റെയിൽവേ എത്തിയിരിക്കുകയാണ്. പാടെ അവഗണനയാണ് ഈ നഗരപ്രദേശത്ത് നിലനിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷനോടുള്ള അങ്ങേയറ്റത്തെ അവഗണനയും അധികൃതരുടെ അനാസ്ഥയുമാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ചിത്രം തന്നെ വ്യക്തമാക്കുന്നത്. ലഭ്യമായ പ്ലാറ്റ്ഫോം ഷെൽട്ടറിനടുത്ത് മരങ്ങൾ മുറിച്ചിട്ടതിനാൽ സ്ത്രീകളും കുട്ടികളുമടക്കം വെയിലത്ത് നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവ് കാരണം യാത്രക്കാർക്ക് ട്രെയിനിൽ കയറുന്നതിനും പ്രശ്നങ്ങൾ ഏറെയാണ്. കുറെ നാളുകളായി നാട്ടുകാർ പരാതിപ്പെടുന്നുവെങ്കിലും റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ ഉണ്ടായില്ല. തൊട്ടടുത്ത് സ്ഥിരം സ്റ്റേഷൻ മാസ്റ്ററുള്ള വെസ്റ്റ് ഹിൽ, കല്ലായി മുതലായ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് വെറും ഹോൾട്ട് സ്റ്റേഷനായ വെള്ളയിൽ വരുമാനത്തിൽ വർധനവുണ്ട്. എന്നിട്ടും ദിവസേന നിരവധി യാത്രക്കാരെത്തുന്ന ഇവിടെ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ലഭ്യമല്ല. നാട്ടുകാർ മുൻകൈയെടുത്താണ് ഇതിനു മുൻപ് പ്ലാറ്റ്ഫോം വൃത്തിയാക്കിയത്.
ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയെങ്കിലും വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് അവരും സ്വീകരിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ശിവഗിരി മുൻ മഠാധിപതി സ്വാമി ശാശ്വതികാനന്ദ ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങി മരിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടന്നെന്ന ആരോപണത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി മറുപടി പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി ലീഡർ പഞ്ചായത്ത് 2015 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംഭവം നടക്കുന്നത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളത് ആന്റണിയാണ് വിശദീകരിക്കേണ്ടത്. ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുണ്ടായ കാര്യം എന്താണ്? അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി നേരിട്ട് AK ആന്റണിയാണെന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അന്നത്തെ IG ആയിരുന്ന രാജീവൻ ഇത് സംബന്ധിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള ചില ഇടപെടലുണ്ടായിരുന്നു. ഞാൻ ഇടപെട്ട്, അദ്ദേഹം IG ഇടപെട്ട് നിർദ്ദേശം കൊടുത്തു പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളത്. അപ്പോൾ ഏതെല്ലാം കോണുകളിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള ഇടപെടലുണ്ടായത് എന്നുള്ളത് അന്നത്തെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്ക് മാത്രമേ അത് പറയാൻ സാധിക്കൂ. അത് സംബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയാണ് അത് സംബന്ധിച്ച കാര്യം വെളിപ്പെടുത്തേണ്ടത്. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് ഉമ്മൻചാണ്ടിയുടെ പിന്തുണയോടെ രൂപപ്പെടുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന് കേരളത്തിലെ പ്രബുദ്ധരായ ജനം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടി നൽകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുതലക്കുളത്ത് LDF കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര നഗരമായ കോഴിക്കോടിനെ മഹാനഗരമാക്കാൻ ജനങ്ങളുടെ അഭിലാഷത്തിനോടൊപ്പം നിൽക്കുമെന്നും സാംസ്കാരിക തലസ്ഥാനമാക്കാൻ മുൻകൈയെടുക്കുമെന്നും LDF പ്രകടന പത്രിക. നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച നിർദ്ദേശപ്പെട്ടികൾ വഴി കിട്ടിയ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് ബുധനാഴ്ച കോഴിക്കോട്ട് കോടിയേരി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തത്. മഹാനഗരമാകേണ്ട കോഴിക്കോടിന്റെ വികസനം UDF സർക്കാർ തകർത്തതായി CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയ കൺവെൻഷനിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനവും കോടിയേരി നിർവഹിച്ചു. കരിപ്പൂർ വിമാനത്താവളവും സ്മാർട്ട് സിറ്റി പദ്ധതിയും മെട്രോ റെയിൽ പദ്ധതിയുമെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. മതഭ്രാന്തന്മാരുടെ നാടാക്കി കേരളത്തെ മാറ്റാനാണ് ആസൂത്രിത നീക്കം. ചില സാമുദായിക സംഘടനകളെ വർഗീയമായി സംഘടിപ്പിച്ച് വർഗീയ വിഭിന്നമുണ്ടാക്കാനാണ് RSS പദ്ധതി. BJPയുടെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണി വന്നാൽ ഇടതുപക്ഷം തകരുമെന്നും അതുവഴി നേട്ടമുണ്ടാക്കാനാകുമെന്നും കരുതി ഉമ്മൻചാണ്ടി RSS അജണ്ടയുടെ സഹായിയായി മാറുകയാണെന്നും കോടിയേരി പറഞ്ഞു. RSSലേക്ക് നാളെ ആളുകൾക്ക് പോകാനുള്ള ഒരു വഴിയമ്പലമായിട്ടാണ് ഈ പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയപ്പോൾ SNDP അണികൾ ഇതിനെതിരായി രംഗത്ത് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ RSSുമായി ബന്ധപ്പെടില്ല. ആ 91 സമാനമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇവിടെ നടത്തിയെടുക്കണം എന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുകയാണ്. എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കണം എന്നാഗ്രഹിക്കുന്ന BJP ഒരു ഭാഗത്ത്, എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടി വേറൊരു ഭാഗത്ത്, ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. IV ശശാങ്കൻ അധ്യക്ഷം വഹിച്ചു. AK ശശീന്ദ്രൻ MLA, CK നാണു MLA, A പ്രദീപ് കുമാർ MLA, മേയർ AK പ്രേമജം, M ഭാസ്കരൻ, P മോഹനൻ, TV ബാലൻ, ജോബ് കാട്ടൂർ, TP ദാസൻ, MP സൂര്യനാരായണൻ, K ലോഹ്യ, സത്യൻ മൊഗിരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭീതി വിതയ്ക്കുന്ന ദുരന്തം കൺമുന്നിലെത്തുമ്പോൾ രക്ഷകരാകാൻ ആക്ട് ഓൺ എന്ന ദുരന്ത നിവാരണ സേനയും ഹ്യൂമൻ കെയർ ഫൗണ്ടേഷന്റെ കീഴിൽ സജ്ജമായ ദുരന്ത നിവാരണ സേനയുടെ ഉദ്ഘാടനം പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് നിർവഹിച്ചു. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷന് കീഴിൽ തുടങ്ങിയ ആക്ഷൻ ഓൺ ദുരന്ത നിവാരണ സമിതിയുടെ ഉദ്ഘാടനം പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൽ 7 പേരുടെ ജീവൻ രക്ഷിച്ച സത്യജിത്ത് മെഴുകുതിരി തെളിയിച്ച് നിർവഹിച്ചു. നോർത്ത് കരോലിന യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അരോൺ വിനാർ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ PP വേണുഗോപാലൻ പദ്ധതി വിശദീകരിച്ചു. സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള ദുരന്ത നിവാരണ പദ്ധതിയാണ് ആക്ട് ഓൺ. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഉടൻ പ്രവർത്തന സജ്ജരാവുന്ന പരിശീലനം നേടിയ വോളണ്ടിയർ സംഘം പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ രൂപവൽക്കരിക്കുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത 100 വോളണ്ടിയർമാർക്ക് 4 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചു. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ P സുലൈമാൻ അധ്യക്ഷം വഹിച്ചു. കാലിക്കറ്റ് ചാമ്പർ പ്രസിഡന്റ് CA മോഹനൻ, ട്രോമ കെയർ പ്രസിഡന്റ് ദിനകർ കരുണാകർ, ഫയർ ആൻഡ് റെസ്ക്യൂ സബ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ, ഐഡിയൽ റിലീഫിംഗ് വിംഗ് പ്രതിനിധി KC മൊയ്തീൻ കോയ, MES മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ മുജീബ് റഹ്മാൻ, AK നിഷാദ്, ഡോക്ടർ P നസീർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം.
അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. താളം തെറ്റിയ മനസ്സുകളുടെ ആളുന്ന ദൈന്യത വരച്ചു കാട്ടുകയാണ് കഥ കാരണം എന്ന ഹ്രസ്വചിത്രം. മാനസിക രോഗികളും മനുഷ്യരാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ചിത്രത്തിലെ ഇതിവൃത്തം. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കളക്ടർ N. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മാനസിക രോഗമെന്നാൽ മറ്റു രോഗം പോലെയാണെന്നും ആർക്കും എപ്പോഴും വരാവുന്നതാണെന്നുമുള്ള യാഥാർത്ഥ്യം നൽകുന്ന കഥ കാരണം ഹ്രസ്വചിത്രം പ്രകാശനം ചെയ്തു. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിലൂടെ കഥ പറഞ്ഞു തുടങ്ങുന്ന ചിത്രം പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും ചേർന്ന് മില്യൺ മൂവി മേക്കേഴ്സുമായി ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ N. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മോടൊപ്പമുള്ള നമ്മുടെ അത്രയും ഭാഗ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടും വളരെയധികം ഫോർച്യൂൺസ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും സഹായിക്കേണ്ടുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ ഒപ്പം തന്നെയുള്ള സഹോദരന്മാർ. DMO ഡോക്ടർ നാരായണൻ നായക് അധ്യക്ഷനായിരുന്നു. ഇന്ന് നിന്റെ മൊയ്തീൻ ഫെയിം പാർവതി മേനോൻ ഹ്രസ്വചിത്രം പ്രകാശനം ചെയ്തു. സംവിധായകൻ സലാം ബാപ്പു CD ഏറ്റുവാങ്ങി. മറ്റ് അസുഖങ്ങൾ പോലെ മാനസിക രോഗത്തെയും കാണണമെന്നും മാനസിക അസ്വസ്ഥ്യം ബാധിച്ചവരുടെ അകലം പാലിക്കുന്നത് ഒഴിവാക്കണമെന്നും പാർവതി പറഞ്ഞു. സോ എന്റെ ഒരു വിനീതമായ അപേക്ഷയാണ്, നമ്മളെല്ലാവരും ഒരേപോലെയാണ്, നമുക്ക് എല്ലാവർക്കും പല പല രീതിയിലുള്ള പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏത് സമയത്ത് നമ്മൾ ഏത് തലത്തിൽ നിന്നും താഴത്തേക്ക് മുകളിലേക്ക് പോകാം. സോ അത് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ചെയ്തു കൊടുക്കുന്ന അതേ ഒരു മനസ്സോടെ നിങ്ങൾ പറ്റുന്നത്ര ഒരു ഭാഗമാവണം, കമ്പാഷനേറ്റ് കോഴിക്കോടിന്റെ ഭാഗമാവണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകർക്ക് ഉപഹാരവും സമ്മാനിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ RL ബൈജു, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദു, തിരക്കഥാകൃത്ത് TR റസാഖ്, കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് EV വിശ്വംഭരൻ, മില്യൺ ഗ്രൂപ്പ് MD ഷാൻ പുതുക്കാട്ടിൽ, ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ N. രാജേന്ദ്രൻ, സംവിധായകൻ സുധി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എമർജൻസി ലൈറ്റ് നൽകി കമ്പാഷനേറ്റ് കോഴിക്കോട് പദ്ധതിയിൽ നടി പാർവതി മേനോനും പങ്കാളിയായി. കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന സാംസ്കാരിക സ്ഥാപനത്തിന് അതിന്റെ ധാർമ്മികത നഷ്ടപ്പെട്ടതായി KEN കുഞ്ഞഹമ്മദ് അഭിപ്രായപ്പെട്ടു. ഗുരുദേവ പുരസ്കാരം നേടിയ ഡോക്ടർ K. സുഗതനെ ആദരിക്കുന്നതിനായി സാഹിത്യ സൌഹൃദം സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KEN കുഞ്ഞഹമ്മദ്. സാഹിതി സൌഹൃദം കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ MVG ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ശ്രീനാരായണ ഗുരുദേവ പുരസ്കാരം നേടിയ ഡോക്ടർ K. സുഗതനെ ആദരിച്ചു. തുടർന്ന് അദ്ദേഹം രചിച്ച ബുദ്ധനും നാരായണ ഗുരുവും എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ചയും നടന്നു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. സഖാവ് എന്ന് പറയുമ്പോൾ P. കൃഷ്ണപിള്ള, ആവിധം ദൃഢപ്പെട്ട് കഴിഞ്ഞ അപ്പനില്ലാത്തവർക്ക് ഞാൻ അപ്പൻ എന്ന അർത്ഥത്തിൽ പൊയ്കയിൽ അപ്പച്ചൻ, ഇങ്ങനെ ചില പേരുകൾ, ആ പേരുകൾ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ അജ്ഞാതമായ ഏതോ ഒരു സ്രോതസ്സിൽ നിന്ന് നമുക്കൊരു ശക്തി ലഭിക്കുന്നത് പോലുള്ള ഒരു അനുഭവം. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്നെ തന്നെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പേരുകൾ, ഇതുപോലുള്ള പേരുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വെറും പേരുകളല്ല, മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള, അസ്തിത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആലോചനയുടെ തുടർച്ചയിൽ സംഭവിച്ച ചില പൊരുളുകളുടെ ഒരു സമാഹാരമാണ്. UK കുമാരൻ അവാർഡ് ജേതാവിനെ പൊന്നാടി അണിയിച്ചു.
പി കെ പാറക്കടവ്, പി പി ശ്രീധരൻ ഉണ്ണി, എ പി കുഞ്ഞാമു, ഡോക്ടർ പി കെ ചന്ദ്രൻ, ഡോക്ടർ കെ വി തോമസ്, ഡോക്ടർ ഗദിജ മുംദാസ്, പ്രൊഫസർ ജോബ് കാട്ടൂർ എന്നിവർ സംസാരിച്ചു. പുസ്തക ചർച്ച ഡോക്ടർ പി കെ പോക്കർ ഉദ്ഘാടനം ചെയ്തു. എ സജീവൻ, പൂനൂർ കെ കരുണാകരൻ, കെ വി സക്കീർ ഹുസൈൻ, ടി പി മമ്മു എന്നിവർ നേതൃത്വം നൽകി. ഇനി കായിക വാർത്തകൾ. റവന്യൂ ജില്ലാ സ്കൂൾ തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കം. വിവിധ കാറ്റഗറികളിലായി 17 സബ് ജില്ലകളിൽ നിന്നായി 170ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. റവന്യൂ ജില്ലാ സ്കൂൾസ് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കുന്നുമ്മൽ, പേരാമ്പ്ര, കുറ്റ്യാടി തുടങ്ങി 17 സബ് ജില്ലകളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ മത്സരത്തിനായി എത്തിയത്. അണ്ടർ 14, 17, 19 കാറ്റഗറികളിലും 24 മുതൽ 64 കിലോഗ്രാം വരെ വെയ്റ്റ് കാറ്റഗറിയിലുമായി 150ഓളം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. 17 സബ് ജില്ലകളിൽ നിന്ന് മത്സരങ്ങൾ നടത്തി അതിൽ നിന്ന് വിജയിച്ച കുട്ടികളാണ് റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അണ്ടർ 14, അണ്ടർ 17, അണ്ടർ 19 വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സരങ്ങളുണ്ട്. ജില്ലാ തൈക്കാണ്ടോ അസോസിയേഷനും അവരുടെ നാഷണൽ റഫറിമാരുമാണ് ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും. തൈക്കൊണ്ടോ അസോസിയേഷനിലെ റഫറികളാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. വാശിയേറിയ മത്സരങ്ങളായിരുന്നു ആദ്യ റൌണ്ടിൽ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടേത്. തുടർന്നാണ് പെൺകുട്ടികളുടെ തൈക്കൊണ്ടോ മത്സരം നടന്നത്. കോഴിക്കോട്ടെ പ്രധാന സ്കൂളുകളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പാറപ്പടി സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ 4ാം വാർഷികം ആഘോഷിച്ചു. ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജി സുകുമാരൻ നായർ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി പി എം എ നാസർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരി ബി എം സുഹറ മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ പി അരുൺകുമാറിന് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് മെമന്റോ നൽകി ആദരിച്ചു. സ്നേഹ കുടുംബാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരിപാടിയിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. ചടങ്ങിൽ വിവിധ കലാപരിപാടികളും നടന്നു. അറിയിപ്പുകൾ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 17 രാവിലെ 10 മുതൽ നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ മേള നടത്തും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റും ബയോഡാറ്റയുടെ 3 കോപ്പിയും സഹിതം നേരിട്ട് ഹാജരാകണം. ഫോൺ 9497297815. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 2 മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 90 രൂപ നിരക്കിൽ ജില്ലാ മൃഗാശുപത്രിയിൽ വിതരണം ചെയ്യും. ഒക്ടോബർ 17 ശനിയാഴ്ച രാവിലെ 9 മുതലാണ് വിതരണം. ഫോൺ 8943049161. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 46ാം ലോക വൈറ്റ് കെയിൻ ദിനം. അന്ധരുടെ അവകാശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോരാട്ടം കടുക്കും. നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കാൻ UDF-ഉം. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ തന്നെ കരുവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോർപ്പറേഷൻ 64ാം വാർഡ് UDF സ്ഥാനാർത്ഥി പ്രശാന്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.